നമസ്കാരം. ഒരു ചെറിയ മുഖവുര പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞുകൊള്ളട്ടെ. മറ്റൊന്നുമല്ല, സാധാരണ ഈ പ്ലാറ്റ്ഫോമിൽ വിദേശ കാര്യങ്ങൾ, ആഭ്യന്തര രാഷ്ട്രീയം, പ്രാദേശിക രാഷ്ട്രീയം മുതലായ കാര്യങ്ങളാണ് ചർച്ചാ വിഷയം. അപൂർവമായി പ്രകൃതിയോ വയലൻസോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരും, തീവ്രവാദം, ഭീകരത ഒക്കെ വരും. എന്നാൽ സ്വല്പം വ്യത്യസ്തമായ ഒരു പുതിയ ടേസ്റ്റിലേക്ക്, ഒരു പുതിയ ചിന്തയിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകാനും നിങ്ങളോടൊപ്പം പങ്കെടുക്കാനും ആഗ്രഹിക്കുന്നു. മേഘപാളികൾക്ക് ഉപരിയായി ഭൗമണ്ഡലത്തിന് പുറത്തേക്ക് കുറച്ചു നേരത്തേക്ക് നമുക്ക് ചിന്തകളെ കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഞാനൊരു ശാസ്ത്രജ്ഞനല്ല, രാഷ്ട്രമീമാംസ അധ്യാപകൻ, അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വളരെ കാലം യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിപ്പിച്ച ഒരാൾ. പക്ഷേ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിനേക്കാൾ ഉപരിയാണ് ഗ്ലോബൽ ഫിനോമിന അല്ലെങ്കിൽ ട്രാൻസ് ഗ്ലോബൽ ഫിനോമിന. അതിലേക്കാണ് പോകുന്നത്. മാനവരാശിയുടെ വളർച്ചാ വികാസ പരിണാമങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് മനുഷ്യൻ്റെ ഹോമോ സാപ്പിയൻ എന്ന ജീവവിഭാഗത്തിൻ്റെ അന്വേഷണ ത്വരയാണ്. ഈ അന്വേഷണ ത്വര കാരണം ഹ്യൂമൻ ബീയിങ് തന്നെ വളരെ യങ് സ്പീഷീസാണ്. ഒരു 2 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ ഇപ്പോഴത്തെ നിങ്ങളും ഞാനും ആകുന്ന ഹോമോ സാപ്പിയൻ ഈ രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചിട്ട്. അതുതന്നെ അതിനു മുൻപ് ഒരു 10 ലക്ഷം വർഷത്തിന് മുൻപ് ഹോമിനോയിഡുകൾ, വിവിധ വിഭാഗങ്ങൾ, ഹോമോ ഡെനിസോവൻസ്, ഹോമോ ഇറക്ടസ്, ഹോമോ നിയാൻഡർതാൾസ്, ഹോമോ നലൻഡി, ജാവാമാൻ, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യ വിഭാഗങ്ങൾ ഈ ഭൂമുഖത്ത് നടന്നിരുന്നു, പല ഇടങ്ങളിലായി. പക്ഷേ 65,000-ഓളം വർഷത്തിന് മുമ്പ് ആഫ്രിക്കയുടെ പുറത്തു പോവുകയും ഏഷ്യൻ വൻകരയിലും യൂറോപ്പിലും വ്യാപിക്കുകയും അങ്ങനെ ലോകത്തെമ്പാടും, ഇന്ത്യയിലൊക്കെ 25,000 വർഷം മുമ്പ് തന്നെ ജനവാസമുണ്ട് എന്നാണ് കണക്ക്. അപ്പോൾ മാനവരാശിയുടെ വളർച്ചയിൽ കണ്ടുപിടുത്തങ്ങൾ, അന്വേഷണം, വാട്ട് ആം ഐ, ഹു ആം ഐ, വേർ ആം ഐ ഗോയിങ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, അസ്തിത്വപരമായ ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് പല കണ്ടുപിടുത്തങ്ങളും. തീയുടെ കണ്ടുപിടുത്തം വളരെ നിർണായകമാണ്. തീയുടെ കണ്ടുപിടുത്തം കൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇറച്ചി പാകം ചെയ്ത് കഴിക്കാൻ പഠിച്ചു. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് എനർജി ചിലവാക്കുന്നത് കുറച്ചു. ദഹനത്തിനും അല്ലെങ്കിൽ ചവയ്ക്കാൻ വേണ്ടിയും. അത് ബ്രെയിനിൻ്റെ വികാസത്തിന് കാരണമായി, പ്രോട്ടീൻ എൻറിച്ച്മെൻറ്റ് ഉൾപ്പെടെ കാരണമായി. അതൊന്ന്. പിന്നീട് വീലിൻ്റെ കണ്ടുപിടുത്തം, അല്ലേ? ചക്രങ്ങൾ യന്ത്രങ്ങളായി, വാഹനങ്ങളായി, തേരുകളായി, രഥങ്ങളായി ഒക്കെ തന്നെ മാറുന്ന കണ്ടുപിടുത്തം. എങ്ങനെ പിന്നെ കൃഷിയുടെ കണ്ടുപിടുത്തം, ഓർഗനൈസ്ഡ് ലിവിങ്, നഗരവൽക്കരണം എന്നു വേണ്ട ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലത്ത്, അത് ആധുനിക കാലഘട്ടത്താണ്. 16, 17, 18, 19 നൂറ്റാണ്ടുകളിലുള്ള കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ ഇതാ സൈബർ യുഗത്തിൽ എത്തി നിൽക്കുന്നു. അപ്പോഴും വൺ ക്വസ്റ്റ്യൻ എല്യൂഡഡ് അല്ലെങ്കിൽ ഇവേഡഡ് മാൻകൈൻഡ്, അല്ലെങ്കിൽ ഒരു ചോദ്യം മാത്രം മുഴച്ചു നിന്നു, പ്രഹേളികയായിട്ട് നിന്നു. ആർ വി എലോൺ ഇൻ ദ യൂണിവേഴ്സ്? അതായത് നമ്മൾ അറിയുന്ന ജൈവികമായ ജീവരൂപങ്ങൾ, മനുഷ്യരുൾപ്പെടെയുള്ള പ്രകൃതിയിലെ ചരാചരങ്ങൾ, ഇത് ഭൂമിയുടെ മാത്രം ഒരു പ്രതിഭാസമാണോ? നമുക്കിപ്പോൾ ശാസ്ത്രലോകത്തിനറിയാം, കോടാനുകോടി ഗ്രഹങ്ങളും സൂര്യന്മാരുമുണ്ട്. നമ്മൾ അധിവസിക്കുന്ന മിൽക്കി വേയിൽ തന്നെ ട്രില്യൺസ് ഓഫ് സ്റ്റാർസ് ആൻഡ് ട്രില്യൺസ് ഓഫ് എക്സോ പ്ലാനറ്റ്സ് ഉണ്ട്. അതിന് പുറത്ത് എത്രയോ 2 ട്രില്യനോളം ഗാലക്സികളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ ക്ഷീരപഥം എന്ന് പറയുന്ന മിൽക്കി വേ. അപ്പോൾ അനന്തം, അജ്ഞാതം, അവർണ്ണനീയം എന്ന ഒബ്സർവബിൾ യൂണിവേഴ്സിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ഈ ഒബ്സർവബിൾ യൂണിവേഴ്സ് എല്ലാം തന്നെ മാറ്റർ അധിഷ്ഠിതമാണ്. അത് 5% വരൂ. 95% അജ്ഞാതമായ ഡാർക്ക് മാറ്റർ ആൻഡ് ഡാർക്ക് എനർജി. അതേക്കുറിച്ചൊരു ക്ലൂ പോലും നമുക്കില്ല. ബ്ലാക്ക് ഹോളുകളെ കുറിച്ചൊക്കെ നമുക്ക് ചില ഒരു ആശയങ്ങളുണ്ട് എന്നല്ലാതെ കൃത്യമായ ഇതില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ജീവൻ തേടി നമ്മൾ പോകുന്നത്? മുൻപ് 1900-ങ്ങളിൽ ഏറ്റവും വലിയ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ചൊവ്വാഗ്രഹത്തിൽ ഒരു പക്ഷേ ജീവൻ ഉണ്ടാകാം. അപ്പോൾ അതേക്കുറിച്ച് സിനിമകളുണ്ടായി, കഥകളുണ്ടായി, സാഹിത്യങ്ങൾ തന്നെ ഉണ്ടായി. നമ്മളിപ്പോൾ കണ്ടെത്തി ചൊവ്വയിൽ ഇപ്പോൾ ജീവനില്ല, പക്ഷേ ഒരു കാലത്ത് ജീവൻ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ, ഓഷ്യൻസ് ഉൾപ്പെടെ, വലിയ സമുദ്രങ്ങൾ ഉൾപ്പെടെ ചൊവ്വയിൽ ഉണ്ടായിരുന്നതായി നമുക്കിപ്പോൾ ചൊവ്വ ദൗത്യങ്ങൾ നൽകുന്ന സൂചന. ചന്ദ്രനിൽ ഉൾപ്പെടെ ജലം നമ്മൾ കണ്ടെത്തിയല്ലോ. അപ്പോൾ അവിടെ ജീവൻ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ചൊവ്വ വരെ മാത്രമേ മനുഷ്യൻ എത്തിയിട്ടുള്ളൂ എന്നോർക്കണം. ഇലോൺ മസ്കിൻ്റെ ഉൾപ്പെടെ പദ്ധതികൾ ചൊവ്വ വരെ പോകുന്നുള്ളൂ. അത് പ്രപഞ്ചത്തിൻ്റെ ആകമാന സ്കീമിൽ ഒരു കാണിക മാത്രമാണ്. ഈ സൗരയുദ്ധം, സൂര്യൻ എന്ന ശരാശരി നക്ഷത്രം,
അതിന് ചുറ്റും കറങ്ങുന്ന 8 ഗ്രഹങ്ങൾ, പ്ലൂട്ടോ ചേർത്ത് 9 ഗ്രഹങ്ങൾ. അങ്ങനെ ആകെ ഉള്ള ഇട്ടാവട്ടം സ്ഥലത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ മാത്രം ജീവിക്കുന്ന നമ്മൾ പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു ഗ്രഹത്തിൽ ജീവന്റെ സാധ്യത കണ്ടെത്തിയിരിക്കുന്നു. അതാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം. ജീവന്റെ സാധ്യതകൾ, ജീവൻ എന്ന് പറയാൻ ഞാൻ ആളല്ല, ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരാളല്ല. പക്ഷേ അവർ ഏതാണ്ട് ആത്മവിശ്വാസത്തോടെ പറയുന്നൊരു കാര്യമാണ്, ഈ ഭൂമിയിൽ നിന്ന് 124 പ്രകാശവർഷം അകലെ ലിയോ രാശിയിൽ ഒരു നക്ഷത്രം, ഒരു ചുവന്ന കുള്ളൻ, റെഡ് ഡ്വാർഫ് ഗണത്തിൽ പറയുന്ന ചെറിയൊരു നക്ഷത്രം, സൂര്യനേക്കാൾ ചെറിയൊരു നക്ഷത്രം, ആ നക്ഷത്രം ചുറ്റും കറങ്ങുന്ന 2 ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹം ഭൂമിയോട് സമാനമായ ഒരു ഗ്രഹമാണ്. ആ ഗ്രഹം ഭൂമിയുടെ 2.5 ഇരട്ടി വലിപ്പം, 8.5 ഇരട്ടി ഭാരം. ആ ഗ്രഹം K2-18b, വീണ്ടും പറയുന്നു K2-18b. കെ എന്ന് പറയുന്ന കെപ്ലർ ഒരു പര്യവേഷണ ലെൻസ് അനുസരിച്ച് അന്ന് കണ്ടുപിടിച്ച ഗ്രഹങ്ങളെ K സീരീസിൽ പെടുന്ന ഗ്രഹങ്ങളാണ്. K2-18b. അതൊരു പ്രത്യേക, എല്ലാം നമ്പർ അനുസരിച്ചാണ് ഒരു ഗ്രഹത്തിന് നമ്മൾ പേരിടുന്നത്. എക്സോ പ്ലാനറ്റ് എന്നാണ് പറയുക. സൂര്യന് പുറത്ത്, സൗരയൂഥത്തിന് പുറത്തുള്ള മറ്റ് സൂര്യന്മാരെ ചുറ്റുന്ന ഗ്രഹങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് എക്സോ പ്ലാനറ്റ്. അങ്ങനെയുള്ള എക്സോ പ്ലാനറ്റിൽ ടെലസ്കോപ്പ് ഇപ്പോഴത്തെ, അപ്പോൾ ഈ കെപ്ലർ ടെലസ്കോപ്പ് അല്ല, അതിനുശേഷം അത് 2015 തന്നെ ഈ ഗ്രഹം കെപ്ലറിൻ്റെ റേഡാറിൽ വന്നു, പരിധിയിൽ വന്നു. അന്ന് തന്നെ ഈ ഗ്രഹത്തെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടുന്നു. 1991 മുതലാണ് എക്സോ പ്ലാനറ്റുകൾ ഉണ്ടെന്ന് തന്നെ മനുഷ്യൻ കണ്ടുപിടിക്കുന്നത്. പണ്ട് എക്സോ പ്ലാനറ്റുകൾ ഉണ്ടെന്നറിയില്ല, അന്യ സൂര്യന്മാരുണ്ടെന്നറിയാം, സൂര്യനെ പോലെ മറ്റ് സൂര്യന്മാരും ക്ഷീരപഥവും ഒക്കെ ഉണ്ടെന്നറിയാം. പക്ഷേ ആ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഭൂമിയെപ്പോലെ, അതുപോലെ ചൊവ്വയെപ്പോലെ കറങ്ങുന്ന ഗ്രഹങ്ങളുണ്ട് എന്ന് തിയറൈസ് ചെയ്തതേ ഉള്ളൂ, കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് 5840 പരം എക്സോ പ്ലാനറ്റുകൾ നമ്മുടെ വിവിധങ്ങളായ ദൂരദർശിനികളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൂരദർശിനിയാണ്, അല്ലെങ്കിൽ ലെൻസ് സിസ്റ്റമാണ്, അഡ്വാൻസ്ഡ് ലെൻസാണ് JWST, ജെയിംസ് വെസ്റ്റ് സ്പേസ് ടെലസ്കോപ്പ്. അപ്പം ഈ ഒരു ജെയിംസ് വെസ്റ്റിന് പറയാനൊക്കുന്ന ഒരു കഥയുണ്ട്. ആ കഥ എന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവകാലത്ത് 13.7 ബില്യൺ ഇയേഴ്സ്, 1370 കോടി വർഷം മുൻപ് ഉണ്ടായ ഒരു ബിഗ് എക്സ്പാൻസ്. ചിലർ പറയുന്നു ബിഗ് ബാങ് എന്ന് പറയുന്നു, ചിലർ പറയുന്നു ബിഗ് എക്സ്പാൻസ് എന്ന് പറയുന്നു. അതിനു മുൻപും പ്രപഞ്ചം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ ഇപ്പോൾ വരുന്ന തിയറീസ് ഉണ്ട്. പക്ഷെ അതെന്ത് തന്നെയായാലും അതിനു മുമ്പ് പ്രപഞ്ച ഉൽപ്പത്തി സമയത്ത് പുറപ്പെട്ട പ്രകാശം, ഇപ്പോൾ കോസ്മിക് മൈക്രോവേവ് പാറ്റേൺ ഉൾപ്പെടെ അന്നത്തെ ഒരു സ്ഥിതി അസസ് ചെയ്യാൻ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിന് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ വെബ് സാധ്യതയാണ് നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടുന്നത്. അതനുസരിച്ച് ഈ പ്ലാനറ്റിനെ മാത്രം ഫോക്കസ് ചെയ്യുകയാണ്. ഇപ്പോൾ ജീവൻ്റെ സാധ്യത ഉണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, ആ ഗ്രഹം അതിൻ്റെ സൂര്യനുമായി നിശ്ചിത അകലം പാലിച്ചിരിക്കണം. അതായത് ഗോൾഡി ലോക്ക് സോൺ എന്ന് പറയും. അതായത് വലിയ ശീതമോ വലിയ ചൂടോ ഉണ്ടാകാൻ പാടില്ല. കാരണം ഭൂമി സ്ഥിതി ചെയ്യുന്നത് ഗോൾഡി ലോക്ക് സോണിലാണ്. സൂര്യന് ചുറ്റുമുള്ള അന്തരീക്ഷം, ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തീവ്ര ചൂട് അനുഭവിച്ച് വെന്തുരുകയാണ്. അതേസമയം ചൊവ്വ മുതലുള്ള ഗ്രഹങ്ങൾ തണുപ്പ് കൂടുതലാണ്. വ്യാഴം, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഒക്കെ വരുമ്പോൾ തീരെ ശനി ഗ്രഹമൊക്കെ വളരെ തണുത്തുറഞ്ഞ ഒരു അവസ്ഥയിലാണ്. ചിലത് വാതക ഗ്രഹങ്ങളാണ്, ചിലതൊക്കെ ഈ ഹൈസിയൻ വേൾഡാണ്, അല്ലെങ്കിൽ സമുദ്രം ജലമാണ്. അപ്പം ഈ ഒരു ഹാർഡ് പ്ലാനറ്റ് അല്ലെങ്കിൽ റോക്കി പ്ലാനറ്റ്, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, ഇതെല്ലാം റോക്കി പ്ലാനറ്റാണ്. ആ റോക്കി പ്ലാനറ്റുകൾ മാത്രമേ ജീവൻ ഉണ്ടാകൂ എന്ന് നമ്മുടെ ആദ്യ നിഗമനം. അത് പൂർണ്ണമായി ശരിയാകണമെന്നില്ല. ഒരുപക്ഷെ ഈ ഓഷ്യൻ പ്ലാനറ്റുകളിലും ഇപ്പം നെപ്റ്റ്യൂൺ പോലെയുള്ള, അല്ലെങ്കിൽ എൻസെലാഡസ്, ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒക്കെ ഉപഗ്രഹങ്ങൾ, അതൊക്കെ ഐസ് മൂടിയ സമുദ്ര ഉപഗ്രഹങ്ങളാണ്. ചന്ദ്രനെ പോലെയുള്ള ഉപഗ്രഹങ്ങൾ. ആ ഒരു ചന്ദ്രനിൽ ഐസ് മൂടിയതല്ല, അവിടെ ഖരപദാർത്ഥമാണ്. അപ്പം അങ്ങനെയുള്ളിടത്ത് ജീവൻ ഒരുപക്ഷെ സാധ്യമാകും സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത് എന്ന് ഏറെ വർഷം മുമ്പ് തന്നെ തിയറൈസ് ചെയ്തിരുന്നു. ജെയിംസ് വെബ്
സ്പേസ് ടെലിസ്കോപ്പ് ഇപ്പോൾ ട്രാൻസിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് പ്രകാശരശ്മികൾ ആ സൂര്യനിൽ നിന്നും ആ ഗ്രഹത്തിൻ്റെ സൈഡിലൂടെ വരുന്ന പ്രകാശരശ്മി K2-18b എന്ന എക്സോ പ്ലാനറ്റിൻ്റെ സൈഡിലൂടെ വരുന്ന പ്രകാശരശ്മികൾ ഇൻഫ്രാറെഡ് മെത്തേഡ് ഉപയോഗിച്ച് വിശകലനം ചെയ്തപ്പോൾ മനസ്സിലായി അതിൻ്റെ അന്തരീക്ഷത്തിൽ 2 തന്മാത്രകളുടെ സാന്നിധ്യം, 2 ഗ്യാസുകളുടെ വാതകങ്ങളുടെ സാന്നിധ്യമുണ്ട്. അത് ഡൈമീഥൈൽ സൾഫൈഡ് എന്ന ഒരു വാതകവും ഡൈമീഥൈൽ ഡൈൽ സൾഫൈഡ് എന്ന മറ്റൊരു വാതകവും. ഇത് രണ്ടും ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആൽഗൈ, ഫംഗൈ ഒക്കെയാണ്. അതായത് ജൈവികമായ പ്രവർത്തനത്തിലൂടെ, മെറ്റബോളിസത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വാതകം തന്മാത്ര എന്ന നിലയിൽ ഭൂമിയിൽ അറിയപ്പെടുന്നത്. മറ്റൊരു രീതിയിലും ഈ തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കപ്പെടാനാവില്ല എന്നാണ് നമുക്കറിയാവുന്ന ശാസ്ത്രം പറയുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ആ ജീവൻ്റെ കണികകൾ ഉണ്ടാകും. ഒരുപക്ഷെ മനുഷ്യനെ പോലെ അഡ്വാൻസ്ഡ് ജീവവിഭാഗങ്ങളാകണമെന്നില്ല. കുതിരയോ അതുപോലെയുള്ള പാമ്പുകളോ ചെടികളോ സസ്യലതാദികളോ ഒന്നും ആകണമെന്നില്ല. കരഭൂമി പോലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അതൊരു ഹൈസിയൻ വേൾഡ്. ഹൈഷിയൻ എന്ന് പറയുമ്പോൾ ഈ ഹൈഡ്രജൻ ആൻഡ് ഓഷൻ ഇതിൻ്റെ സങ്കലനമാണ്. ഹൈഡ്രജൻ്റെ ഒരു തിക്ക് ആവരണം, ആ ഭൂമിയുടെ ചുറ്റും ആ ഒരു തിക്ക് ആവരണം, അതാണ് ഹൈസിയൻ ഓഷൻ എന്നുള്ള ഇതിനാണ്. അപ്പം ഒരു മുഴുവൻ സമുദ്രമാണ്, ചിലപ്പം കിലോമീറ്ററുകൾ ആഴമുള്ള വലിയ സമുദ്രം. ആ സമുദ്രം ജലഗോളമാണ്. ഭൂമിയുടെ 2.5 ഇരട്ടി വലിപ്പവും 8 ഇരട്ടി ഭാരവുമുള്ള ആ ഗോളം. അവിടെ ഒരുപാട് ഫൈറ്റോപ്ലാങ്ക്ടൺസ്, ആൽഗെ, ഫംഗസ് ഇതെല്ലാം ഉണ്ടാകാനുള്ള ചെറിയ മൈക്രോബിയൽ ലൈഫ് ഫോംസ് ഉണ്ടാകാം. അത് വലിയ ക്വാണ്ടിറ്റി ഉണ്ടാകാം. ഇപ്പം ഭൂമിയിലുള്ളതിനേക്കാൾ വളരെ കൂടുതൽ ഈ 2 മൂലകങ്ങളുടെയും സാന്നിധ്യം ആ ഗ്രഹത്തിൽ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. ഈ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുമ്പോൾ അതിൽ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. നിക്കു മധുസൂദൻ എന്ന് പറയുന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ്. ഒരു ടീമിൻ്റെ ഹെഡായി നിന്നുകൊണ്ട് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിൻ്റെ ഡേറ്റ വിശകലനം ചെയ്തുകൊണ്ട് ഈ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നത്. ഒരു 3% ശാസ്ത്ര ജേർണലുകളിൽ അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നു. പിയർ റിവ്യൂഡ് ജേർണലുകളാണ്. അതിന് വിമർശനങ്ങളുണ്ടാകാം. ഒരു 3% എറർ സാധ്യത കാണുന്നു. പക്ഷേ 97% സാധ്യത ഏതെങ്കിലും ഒരു പ്രിമിറ്റീവ് ഫോം ഓഫ് ലൈഫിൻ്റെ സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ മാനവരാശിയുടെ ഒരു ചോദ്യത്തിനുള്ള, ഏറ്റവും കാതലായ ചോദ്യത്തിനുള്ള ഉത്തരം ആയിരിക്കുന്നു. അത് സ്ഥിരീകരിക്കപ്പെട്ടാൽ അധികം താമസിക്കാതെ മറ്റ് ശാസ്ത്രജ്ഞന്മാരും കൂടി ഈ നിഗമനം അംഗീകരിക്കുമ്പോഴാണ് ഇതിന് തീരുമാനമുണ്ടാക്കുന്നത്. കാരണം ഇപ്പോൾ നിഗമനം എന്ന് പറയുന്നത് ഏതാണ്ട് ശാസ്ത്രലോകത്ത് ഏതാണ്ട് ഒരു കൺസെൻസസ് ഇപ്പോഴത്തെ നിലയിലുണ്ട്. അത് തള്ളിക്കളയുന്നത് വരെ ഒരു ഹൈപ്പോത്തസിസ് അത് ശരിയാണ് എന്ന് വിശ്വസിക്കാനാണ് ശാസ്ത്രലോകം താല്പര്യപ്പെടുന്നത്. അത് സ്ഥിരീകരിക്കപ്പെട്ടാൽ മാത്രമേ അതൊരു പ്രമാണമായും തിയറിയായും വിശ്വസ്തയോടെ അതിനെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനാവും. പക്ഷേ ഇത് ലോകമാധ്യമങ്ങളെല്ലാം കഴിഞ്ഞ ഒരാഴ്ചയായി കൂലങ്കഷമായി സംസാരിക്കുന്ന ഈ വിഷയം എൻ്റെ പ്രേക്ഷകരായ മലയാളം അറിയാവുന്ന എൻ്റെ പ്രേക്ഷകർ ഈ ഒരു കാര്യം ലോകത്തെ മാനവരാശിയുടെ ഏറ്റവും പ്രധാന കണ്ടുപിടുത്തമായി ഇപ്പോൾ കരുതപ്പെടുന്നത് ജീവനാണെങ്കിൽ, ഇത്തര ഗ്രഹങ്ങളിൽ ജീവനാണെങ്കിൽ ഇതുകൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്താണ്? ഞാനൊരു നിമിഷത്തേക്ക് ഒരു ഇൻ്റർനാഷണലിസ്റ്റ് ആയിക്കൊള്ളട്ടെ. അതായത് ബന്ധങ്ങളിൽ മാറ്റം വരാം, ചിന്തകളിൽ മാറ്റം വരാം, നമ്മുടെ നിലപാടുകളിൽ മാറ്റം വരാം, മതസങ്കല്പങ്ങളിൽ മാറ്റം വരാം. ജീവൻ ഭൂമിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് എന്നത് മിക്ക മതവിശ്വാസികളുടെയും ഒരു കാര്യമാണ്. അതിനൊരു പ്രാപഞ്ചിക വീക്ഷണം, മതങ്ങൾ ഇവോൾവ് ചെയ്യും, കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ഈ കാര്യങ്ങളെ കാണും. ഒരു എക്യുമിനിസത്തിന് പുതിയ പുതിയ അർത്ഥതലങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ഭൂമിക്ക് പുറത്തേക്ക് നമ്മുടെ ചിന്തകൾ കൂടുതൽ 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 വ്യാപരിക്കും. ഒരിക്കലും 124 പ്രകാശവർഷം അകലെ ചെന്ന് മനുഷ്യൻ ഇന്നത്തെ രൂപത്തിൽ അത് കണ്ടെത്താനാവില്ല, നേരിട്ട് അവിടെ ലാൻഡ് ചെയ്യാനാവില്ല. നമ്മുടെ ഭാവി തലമുറകൾക്കും അതൊരു പക്ഷേ സാധിച്ചു വന്നിരിക്കില്ല. കാരണം ട്രില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് എവയാണത്. നിലവിലുള്ള ഒരു സാങ്കേതിക വിദ്യയും, ഇനി ഫ്യൂച്ചർ പ്രൊജക്ഷൻസ് ഉള്ള സാങ്കേതിക വിദ്യയും ടൈം ട്രാവൽ കണ്ടുപിടിച്ചാലല്ലാതെ മാനവരാശിക്ക് ഭൗതികമായി അവിടെ എത്താൻ, അല്ലെങ്കിൽ വേം ഹോളുകൾ പോലെ എന്തെങ്കിലും കണ്ടെത്തണം, അതിലൂടെ പെട്ടെന്ന് ടൈം ട്രാവൽ ചെയ്ത് അവിടെ എത്താൻ സാധിച്ചില്ല എങ്കിൽ
തിയറൈസ് ചെയ്യാനേ സാധിക്കൂ. പക്ഷേ നമ്മുടെ ടെലിസ്കോപ്പുകൾ ശക്തമാണെന്ന് ഓർക്കണം. അങ്ങനെയെങ്കിൽ ദൈവസങ്കല്പങ്ങൾക്ക് ഒരു ചെറിയ രീതിയിൽ മാറ്റം വരാം. ഒന്നുകിൽ ദൈവസങ്കല്പം കൂടുതൽ, ദൈവത്തിൻ്റെ ക്രിയേഷൻ്റെ പദ്ധതികൾ അനന്തം, അജ്ഞാതം, അവർണ്ണനീയം എന്ന രീതിയിൽ മനുഷ്യൻ വാഴ്ത്തിപ്പാടാം. അല്ല എങ്കിൽ ദൈവപദ്ധതികൾ ഇവിടെ നമ്മൾ കേവലം വൺ എമംഗ് റെയർ എർത്ത് ഹൈപ്പോത്തീസിസ് വിൽ ബി ഡിലീറ്റഡ് ഫ്രം ഹ്യൂമൻ മൈൻഡ്. കോടാനുകോടി ഇടങ്ങളിൽ അല്ലേ, ട്രില്യൺസ് ഓഫ് സ്റ്റാർസ് ആൻഡ് ഗാലക്സീസാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. അതിന് പുറമേയും പ്രപഞ്ചങ്ങളുണ്ടാകാം, മൾട്ടിവേഴ്സുകൾ ഉണ്ടാകാം, ഇതുപോലെ തന്നെയുള്ള മറ്റ് പ്രപഞ്ചങ്ങളുണ്ടാകാം. അവിടെയെല്ലാം ഇങ്ങനെ ഒരിടത്ത് കണ്ടുപിടിച്ചാൽ അതിനെ സൈമുലേഷനിലൂടെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം. കോടിക്കണക്കിന് ഇടങ്ങളിൽ ഇതുപോലെയുള്ള ഗോൾഡിലോക്ക് സോണുകളിൽ ജീവനുണ്ടാകാം. അത് കാർബൺ ബേസ്ഡ് ലൈഫ്, നമ്മളറിയുന്ന ലൈഫ് കാർബൺ ബേസ്ഡ് ലൈഫാണ്. അത് തന്നെ ആകണമെന്നില്ല, സിലിക്കോൺ ബേസ്ഡോ മറ്റെന്തെങ്കിലും ബേസിലുള്ള ലൈഫും ആകാം. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും ആവാത്ത രീതിയിലുള്ള ജീവവിഭാഗങ്ങളുണ്ടാകാം. ഇതിനെല്ലാമുള്ള സാധ്യത തുറന്നിട്ടുകൊണ്ടാണ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഒരു ഇന്ത്യക്കാരനത് ചെയ്തതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഇന്ത്യൻ പൗരനല്ല, ബ്രിട്ടീഷുകാരനാണ്, ശാസ്ത്രജ്ഞനാണ്, കേംബ്രിഡ്ജ് പ്രോഡക്റ്റാണ്, പ്രൊഫസറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ പൂണിയട്ടെ. നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കാം. നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് പോലെ സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം നിരന്തരമായി നമുക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കാം, കണ്ടെത്തിക്കൊണ്ടിരിക്കാം, മനസ്സുകൾ ഇങ്ങനെ റിഫോം ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ മാനവരാശി കൂടുതൽ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.